മഹനീയ മാതൃകാ ജ്യോത്സ്യ തിരുവടികൾ മുരാരി ബാബു. ഭയങ്കര ഉജ്ജ്വലമായ ശക്തമായ ത്രസിപ്പിക്കുന്ന പേരുകളിലൊന്നാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ 16 വയസ്സുകാരി ബാധ ഒഴിപ്പിക്കാനെത്തിയ ഒരു പെൺകുഞ്ഞിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതിന്, ബലമായി പിടിച്ചു വെച്ച് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചതിന് ജയിലിൽ അകത്തായി പോകുമ്പോൾ അത്ഭുതമൊന്നുമില്ല. ഇത് പിടിക്കപ്പെട്ടത് ഒരു മുരാരിയാണെങ്കിൽ എത്രയോ പൂപ്പൊന്നാരിമാർ ഇതുപോലെ കേരളമൊട്ടാകെ അവിടെയും ഇവിടെയുമായി എന്തെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങൾ നടത്തി ജീവിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് പരീക്ഷയൊന്നും പാസ്സാവണ്ട, ഡിഗ്രി ഒന്നും കയ്യിൽ വേണമെന്നില്ല. സംഗതി നല്ല വെടിപ്പായി ഒരുങ്ങി റെഡിയായി അതിൻ്റെ കോസ്റ്റ്യൂമും കിട്ടാൽ മതി. രാജൻ ബാബു മുരാരി എന്ന് പറഞ്ഞൊരു ഓട്ടോ ഓടിച്ചുകൊണ്ട് വെണ്ടാറിലൂടെ നടന്നൊരാളാണ്. ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രാജൻ ബാബു ജ്യോത്സ്യ തിരുവടികളായ മുരാരി ബാബുവായി മാറുന്നു. വെണ്ടാറുകാരും കൊട്ടാരക്കരക്കാരുമൊക്കെ ആയ മനുഷ്യർ മനസ്സിൽ വിചാരിച്ചത് ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്നവൻ അങ്ങനെ ഈ വേഷം കെട്ടിയാൽ ആര് വരാനാണെന്നാണ്. പക്ഷേ പിന്നീട് കണ്ടത് 25,000 രൂപ മുതൽ 50,000 രൂപ വരെ മുടക്കി പല കർമ്മങ്ങളും ചെയ്യാൻ മഹത്തായ കർമ്മിയായി കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മുരാരി ബാബുവിനെയാണ്. പിന്നീട് മുരാരി ബാബുവിന് വെച്ചടി അങ്ങോട്ട് കയറ്റമായി. അവിടെ എത്തുന്നവരിൽ ഒരുപാട് താത്താ ഉമ്മാച്ചുമാരും ഉണ്ട്. കാരണം അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അതെല്ലാം പരിഹരിക്കാൻ സർവ്വതാ യോഗ്യൻ മുരാരി ബാബുവാണ്. ഇത് മുരാരി ബാബുവിനെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. നാട്ടിലും ചുറ്റുപാടുകളിലുമൊക്കെയായി ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മുരാരി ബാബു തൻ്റെ ജാലവിദ്യ ഉപയോഗിച്ച്, മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് അങ്ങ് പരിഹരിച്ചു. പിന്നീടാണ് മുരാരി ബാബു ഇതെല്ലാം ചെയ്യുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ തിളങ്ങുന്ന താരമായി മുരാരി ബാബു ഉണ്ടായിരുന്നു. കാരണം ഈ ജ്യോത്സ്യനും ഒക്കെ ആയെങ്കിലും മുരാരി ബാബു ഒരുപക്ഷെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും, എന്ത് കണ്ടിട്ടാണ് ഈ ആളുകളെല്ലാം ക്യൂ നിൽക്കുന്നതെന്ന്. ഏതായാലും തകർത്ത് സാമ്പത്തികവും ചുറ്റുപാടുമൊക്കെ ആയതോടുകൂടി ചാനൽ മുതലാളിമാരുടെ മുറിയിലും മുരാരി ബാബു എത്തി. മുരാരി ബാബുവിൻ്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന സംഭവങ്ങൾ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. വള്ളിയങ്കാവ് ദേവീ ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാഭരണ മോഷണം പോയി 2002-ൽ. 2003-ൽ ഞാൻ അവിടെ ദേവപ്രശ്നം വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് അതെടുത്തത്. മാഷേ, തിരുവാഭരണം കൊണ്ടുപോയ ആളിനെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. 22 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു എന്നെ മലത്തിയടിക്കാൻ. വളരെ രസകരമായ ഒരു നെക്സസാണ് ഇത്തരം സംപ്രേഷണങ്ങളും അതുപോലെ ഇതിൻ്റെ വരുമാനവും തമ്മിൽ. നമ്മൾ വിചാരിക്കും ഒരാളിനെ ഇങ്ങനെ ചാനലിൽ കാണിക്കുന്നതുകൊണ്ട് എന്താ കാര്യമെന്ന്. ചാനലിൽ കാണിക്കുന്നതോടുകൂടി പുള്ളിയുടെ റേറ്റിംഗ് ഉദിച്ചുയരുകയാണ്. 24-ൽ കാണിച്ചു, അല്ലെങ്കിൽ റിപ്പോർട്ടറിൽ കാണിച്ചു, ഏഷ്യാനെറ്റിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഗംഭീരമാവും. അതുകൊണ്ട് ആര് വഴിയും എന്ത് വിധേനയും വേണമെങ്കിൽ കൈമടക്ക് കൊടുത്തും ഇതിനകത്ത് കയറിപ്പറ്റാൻ ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ഈ തന്ത്രമന്ത്ര ജാലവിദ്യക്കാർ അവസരമുണ്ടാക്കും. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാശും വരുമാനവും സ്പോൺസർഷിപ്പും ഒക്കെ ആണല്ലോ മുഖ്യം. അല്ലാതെ സത്യാസത്യ വിവേചനങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. ഏതായാലും ഈ 16-കാരി കുഞ്ഞിനോട് കാണിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അതിൻ്റെ തലയൊക്കെ പൊട്ടി വല്ലാണ്ടായി എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇതുപോലുള്ള സാമൂഹ്യവിരുദ്ധൻ്റെ മുന്നിലേക്ക് ഇനിയും ധാരാളം ആളുകൾ വരിയായി പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. അതിൽ തർക്കമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് കേരളം. അതിൽ നാനാജാതി മതസ്ഥരും ഉണ്ടാവും. കാരണം നമ്മുടെ ഉസ്താദന്മാരായ ആളുകൾ ഇതിനെ വളരെ മനോഹരമായി വ്യാഖ്യാനിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതായത് ഇത് പോകുന്നത് കൊണ്ടുള്ള ചില മഹനീയമായ ഗുണങ്ങൾ, അതിനിടയിലുള്ള ചില ഹദീസുകൾ, പിന്നെ ചില രേഖകൾ ഒക്കെ ഉദ്ധരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ താത്താമാരായ ആളുകൾക്കും ഇത് വലിയ അകൽച്ചയോ അല്ലെങ്കിൽ എന്തോ വലിയ വെറുപ്പോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാര്യം നടക്കുന്നതിന് മുരാരി ബാബു ആയാലും പ്രശ്നമില്ല. ഏതായാലും മുരാരി ബാബു ഇപ്പോൾ അകത്താണ്. അദ്ദേഹം പുറത്തു വന്ന് പറയാനുള്ള നറേറ്റീവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. 20 ലക്ഷം രൂപ എന്നോട് വായ്പ ചോദിച്ചു, അതുകൊണ്ട് കാണിച്ച ചതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ലോകത്തുള്ളവരൊക്കെ വിശ്വസിച്ചാലും ആ വെണ്ടാറും പരിസരത്തുമുള്ള ആരും വിശ്വസിക്കില്ല. കാരണം ഈ ജ്യോത്സ്യ മഹാതിരുവടികളായ മുരാരി ബാബുവിന് മുമ്പുള്ള ഓട്ടോക്കാരനായ രാജൻ ബാബുവിനെ, മുരാരി ഓടിച്ചുകൊണ്ട് നടന്ന രാജൻ ബാബുവിനെ എല്ലാവർക്കും അറിയാം. പക്ഷേ മുരാരി ബാബുവും തുടരും,
മുരാരി ബാബുമാരും വളരും. അതാണ് കേരളം.